നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യം തന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് ഇതിൽ സംസാരിക്കാൻ പോകുന്നതെന്നുള്ളത് പറയാം. അപ്പോൾ മാത്രമേ കേൾക്കുന്ന നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ലക്ഷണശാസ്ത്ര പ്രകാരമാണ് ഇന്നിവിടെ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. ഈ ലക്ഷണശാസ്ത്രം രണ്ട് തരമുണ്ട്. അതിൽ ഒന്ന് സാമുദ്രിക ശാസ്ത്രം. ഇത് ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ലക്ഷണങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ആ വ്യക്തി ഏത് പ്രകാരം എന്ന് പറയുന്ന ശാസ്ത്രമാണിത്. ഇതേക്കുറിച്ചല്ല നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളിവിടെ പറയുന്നത് മനസ്സിന്റെ ലക്ഷണശാസ്ത്രമാണ്. ഇത് പ്രകാരം ഇവിടെ കാണിച്ചിരിക്കുന്ന 4 ജീവികളിൽ നിന്ന് ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നും അറിയാം. അത് നിങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, ആ ഒരു ജീവിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? അതാണ് ഇതിലെ പ്രസക്തമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു ഡാറ്റ വെച്ചിട്ടാണ് ലക്ഷണശാസ്ത്രത്തിന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ഒരു 10 പേരെ അവരുടെ അഭിരുചികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരീക്ഷിച്ചാൽ ആ 10 പേരും ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരോ അല്ലെങ്കിൽ ഒരുപോലെ താല്പര്യമുള്ളവരോ ആയിരിക്കുമോ? ഒരിക്കലുമില്ല. വ്യത്യസ്ത ഇഷ്ടങ്ങളുള്ളവരായിരിക്കും. ഇതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നതിന്റെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അഭിരുചി അനുസരിച്ചാണ് ഇതിൽ ഒരു ജീവിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആയതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ? ലഭിക്കുമെങ്കിൽ അത് എത്രത്തോളം ഉണ്ടാകും? ഒരുപക്ഷെ പ്രയോജനത്തിന് പകരം ദോഷമാണോ ലഭിക്കുക? അങ്ങനെ ദോഷമാണ് ലഭിക്കുന്നതെങ്കിൽ അത് എത്രത്തോളം ഉണ്ടാകും? ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു തൊടുകുറി ഫലത്തിലൂടെ. അതിനോടൊപ്പം തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്ന ചിന്താഗതി എന്താണെന്ന് കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏകദേശം ഒരു ധാരണ ഉണ്ടായി കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതില് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് പൂച്ചയാണ്. പൂച്ചയെയാണ് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി എപ്രകാരമുള്ള ആളാണെന്ന് ആദ്യം പറയാം. അപ്രകാരമായിരിക്കും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന അനുഭവം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊരു പഴഞ്ചൊല്ലുണ്ട്, പൂച്ചയെ എങ്ങനെ നമ്മൾ എടുത്തെറിഞ്ഞാലും ശരി അത് 4 കാലും കുത്തിയായിരിക്കും താഴെ വീഴുകയെന്ന്. ഈ പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പ്രകൃതവും. ആയതിനാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയോട് ഒരിക്കലും നിങ്ങൾ വഴക്കിന് പോകരുത്. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തിക്ക് നല്ല മനോബലമുള്ളത് കൊണ്ട് എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നല്ല ധാരണയുമുണ്ട്. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എന്നോണം ആ സൗഹൃദം നിലനിർത്തിയാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു വീഴ്ചയുണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ആ വ്യക്തി സ്ത്രീയാണോ അതോ പുരുഷനാണോ എന്നൊന്നും എനിക്ക് പറയാൻ സാധ്യമല്ല. പക്ഷെ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങൾ വ്യക്തമായിട്ട് പറയാൻ എനിക്ക് സാധിക്കും എന്നതാണ്. സംശയമുണ്ടെങ്കിൽ ഇതുവരെയുള്ള ആ വ്യക്തിയുടെ സ്വഭാവം വെച്ചിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കേ. ഈ പറഞ്ഞതുപോലെ ഉണ്ടാകാനുള്ള സാധ്യതയെ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ കഴിയും. അങ്ങനെയേ വരൂ. ഇതാണ് ഈ ശാസ്ത്രത്തിന്റെ മികവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് പൂച്ചയെ പോലെ കണ്ണുമടച്ച് പാല് കുടിക്കുന്ന ഒരു രീതി. അതിവിടെ കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ മോഷ്ടിക്കാനുള്ള കഴിവ് അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇവിടെ മോഷണം എന്ന് പറയുമ്പോൾ പണമോ ആഭരണങ്ങളോ മോഷ്ടിക്കുക എന്ന അർത്ഥത്തിലല്ല പറഞ്ഞു വരുന്നത്. പകരം നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ അതിലാണ് പിടുത്തമിട്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ യാതൊരു കാരണവശാലും പങ്കിടരുത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പൂവൻ കോഴിയെ തൊട്ട ആളുകളുടെ കാര്യമാണ്. അപ്പോൾ അതിനു മുന്നേ ഓർക്കുക, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൃത്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ളത് പൂവൻ കോഴിയാണ്.
ഈ പൂവൻ കോഴിയെ തൊട്ട ആളുകളുടെ ഫലം അല്ലെങ്കിൽ ആളുകളുടെ കാര്യമാണ് ഇനി പറയുന്നത്. ഓർക്കുക, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു ഗുണവും ഉണ്ടാവുകയില്ല. എന്നാൽ അവസരം കിട്ടുമ്പോഴെല്ലാം നിങ്ങളെ കുത്തി നോവിക്കാൻ അവർ മടിക്കാറുമില്ല. അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ഓരോരോ കഷ്ടപ്പാടുകളും ദുരിതവും പരാധീനതകളുമെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നും ലഭിക്കാവുന്ന പരമാവധി പ്രയോജനം ആ വ്യക്തി വസൂലാക്കുകയും ചെയ്യുന്നതാണ്. എപ്പോഴും ഞാൻ കൂടെയുണ്ട് എന്ന് നിങ്ങളോട് പറയുമെങ്കിലും അത്യാവശ്യ സമയത്ത് ആ വ്യക്തിയെ കൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. പലതരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തി മൂലം അനുഭവിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്തോ മറ്റോ നിങ്ങളുടെ മനസ്സും വായും അറിയാത്ത കാര്യത്തിന് പോലും ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് അപമാനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രം ഇടപെടേണ്ട വ്യക്തിത്വമാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചിട്ടുള്ള ആ വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇടപഴകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലോർത്താൽ നന്ന്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് നായക്കുട്ടിയെ തൊട്ടിട്ടുള്ള ആളുകളുടെ കാര്യമാണ്. മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള നായക്കുട്ടിയെ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ ഫലമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ആപത്തുണ്ടായാലും ശരി, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി ഉടനെ നിങ്ങളുടെ അടുത്ത് ഓടിയെത്തുന്നതാണ്. പല അവസരങ്ങളിലും നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് താനും. ഭാവിയിലെ നിസ്വാർത്ഥമായിട്ടുള്ള സഹായം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കുണ്ടായി കിട്ടുന്നതാണ്. നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നതിന്റെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതിന്റെ 10 മടങ്ങ് ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില അപകടകരമായിട്ടുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ ആ വ്യക്തി ഇതിനു മുൻപ് എതിർത്തതിൽ നിങ്ങൾക്ക് കടുത്ത അമർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള എതിർപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. വാസ്തവത്തില് ആ എതിർപ്പ് നിങ്ങളുടെ ശോഭനമായ ഭാവിയെ കരുതിയാണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകുന്നതുമാണ്. ചിലർക്കത് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്, എന്നാൽ ചിലർക്ക് ഇനിയും അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. അതുകൊണ്ട് ഈ ഗണത്തിൽപ്പെട്ട ആളുകളെ എത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടും ജീവിതത്തിൽ ഒപ്പം കൂട്ടേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നാലാമതായിട്ട് പറയുന്നത് അണ്ണാനെ തൊട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഏറ്റവും അധികം ദൈവാധീനമുള്ള വ്യക്തിയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊരു പഴഞ്ചൊല്ലുള്ളത് പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിയോടുള്ള നിങ്ങളുടെ സഹവാസം അല്ലെങ്കിൽ സൗഹൃദം കൊണ്ട് നിങ്ങൾക്ക് പലവിധ ഐശ്വര്യങ്ങളും മനസ്സിന് സമാധാനവും നേടിത്തരുന്നതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് അകലം പാലിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഇത് പറയാൻ കാരണം, നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിയെ പോലെ ഇത്ര സ്നേഹമുള്ള ഒരു വ്യക്തി, ഇത്രയും വിശ്വസ്തനായ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ തമ്മിൽ ഇരു ശരീരവും ഒരു മനസ്സുമായിട്ട് ജീവിക്കാൻ ഉതകുന്ന ആ അസുലഭ അവസരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ദുഃഖങ്ങളും ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കും. ജോലിസ്ഥലത്ത് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ബസ്സിൽ കയറിയാൽ ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്യും. അങ്ങനെ പിരിയാൻ പറ്റാത്ത ഒരു ആത്മബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടായിത്തീരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഒരു കാരണവശാലും കൈവിടാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അകന്നു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലക്ഷണശാസ്ത്രം വച്ച് ഈ 4 ജീവികളെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ആളുകളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കാനും അവരെ മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് നമ്മൾ എല്ലാവരും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.